പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് നിഷ സാരംഗ്. നിരവധി ചിത്രങ്ങളിലും സീരിയലുകളിലും നിഷ അഭിനയിച്ചിട്ടുണ്ട്. മികച്ചൊരു നർത്തകി കൂടിയാണ് നിഷ. എങ്കിലും നിഷ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെ ആയിരുന്നു. പരമ്പരയിലെ നീലിമ എന്ന നീലു പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി. ശ്യാമപ്രസാദിന്റെ അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് നിഷ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. എന്നാൽ താരം തന്റെ സ്വകാര്യ ജീവിതത്തിൽ ഒട്ടേറെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നീങ്ങേണ്ടി വന്നിട്ടുണ്ട്. ബിജു സോപാനത്തിന്റെ വഞ്ചനയെക്കുറിച്ചും മക്കളായി അഭിനയിക്കുന്ന മറ്റുള്ളവരെക്കുറിച്ചും നിഷ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ബിജു ചേട്ടൻ എന്നോട് ചെയ്യുന്നത് വഞ്ചന എന്ന് തന്നെ പറയണം. തമാശയായി കാണാൻ പറ്റില്ല. ഇത് കേട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മനസ്സിലാക്കണം. മറ്റൊന്നുമല്ല, ലൊക്കേഷനിൽ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നാൽ ബിജു ചേട്ടൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ ആരെയും കാണിക്കാതെ മറച്ചു തിന്നും. അതേസമയം എൻ്റെ സാധനങ്ങളാണെങ്കിൽ പരസ്യമായി അദ്ദേഹം എടുത്ത് തിന്നും. എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൊടുക്കും. ഇത് കേട്ട് ബിജു ചേട്ടൻ ഈ ശീലം നിർത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കേട്ട് നല്ലതെന്തെങ്കിലും കൊടുത്തു വിടുമല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുമുണ്ട്. ശരിക്ക് ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ പൊതുവെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എന്നാൽ കൊടുക്കാൻ പറ്റാത്ത ചില വില കൂടിയ സാധനങ്ങളുമുണ്ട്, നിഷ സാരംഗ് തമാശയോടെ പറയുന്നു. മുടിയനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നിലും ശ്രദ്ധയില്ലാത്ത ആളാണ് മുടിയൻ എന്നാണ് നീലു പറയുന്നത്. സ്വന്തം വസ്ത്രങ്ങൾ ഏതാണെന്ന് പോലും മുടിയന് ശ്രദ്ധ ഉണ്ടാവാറില്ല. മറ്റുള്ളവരുടെ ബനിയനൊക്കെ മാറിയിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശിവാനി എപ്പോഴും തലകുലുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. തലകുലുക്കി മാത്രമേ മറുപടി പറയൂ. എന്നിട്ടൊരു ചിരിയും ഉണ്ടാവും. ലച്ചു എപ്പോഴും എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കും. തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ആളാണ്. എപ്പോഴും പുതപ്പ് മൂടിയിരിക്കും. കേശു എല്ലാത്തിനും നല്ല ധാരണയുള്ള കുട്ടിയാണ്. അവൻ എന്തിനാണ് വന്നത്, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായി അറിയാം. എന്തും ആലോചിച്ചേ ചെയ്യൂ. എന്നാൽ ഇടയ്ക്ക് കോമഡിയും മണ്ടത്തരങ്ങളും എല്ലാം ഉണ്ടാകും. പാറു വികൃതിക്കാരിയാണ്. ഏത് സാധനം വാങ്ങിയാലും പാക്കറ്റോടെ അവൾക്ക് വേണം. അതാണ് ശീലം. ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.